ദേവിയിൽ വേണു നാഗവള്ളി എനിക്ക് തോന്നുന്നു ഉർവശിയുടെ ജീവിതത്തിലുടനീളം ഒരു സ്വാതന്ത്ര്യമായി, ആശ്വാസമായി, സൗഹൃദമായി, ഒരു തണലായി വേണുചേട്ടനുണ്ടായിരുന്നു. വേണുചേട്ടൻ എന്ന് പറയുമ്പോൾ ഞാൻ വേണുചേട്ടനെ കാണുന്നത് എൻ്റെ അമ്മയും വേണുചേട്ടനും ഒരുമിച്ച് ആകാശവാണി വർക്ക് ചെയ്തിരുന്നവരാണ്. അപ്പോൾ വേണുചേട്ടൻ ഒരു സ്കൂട്ടറെ കൊണ്ട് നല്ല മുടിയൊക്കെ വളർത്തി നല്ല സുന്ദരനായിട്ടൊരു വേണമെങ്കിൽ വന്നിറങ്ങും വീട്ടിൽ. അമ്മയ്ക്ക് പ്രോഗ്രാം പറയാം, കാരണം അമ്മ നാടകത്തിന് പോകുന്നുണ്ട്. അമ്മ അച്ഛനും ഒരുമിച്ചാണ് നാടകം ചെയ്തിരുന്നത്. ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ നാടകമുണ്ട്. അപ്പം ജോലി അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരും. ഇന്ന് വിജയലക്ഷ്മി ഇന്ന് വരണമെന്ന് പറയാൻ വേണ്ടി വരുമ്പോൾ ഞങ്ങൾ പോയി വെളിച്ചേട്ടൻ പുറകെ, ഞാനും കൽപ്പന ചേച്ചിയുടെ സ്കൂട്ടറിൻ്റെ പുറകെ ഇരിക്കും ബലമായിട്ട്. ഞങ്ങളെ കൊണ്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ടേ വരാൻ പറ്റൂ. അന്നും പോലുള്ള അടുപ്പമാണ് വേണുചേട്ടനായിട്ട്. സിനിമയിൽ പിന്നെ വേണുചേട്ടൻ കഥ എഴുതുമ്പോൾ എന്നെ മനസ്സിൽ കണ്ടുകൊണ്ടേ എഴുതും. വേണുചേട്ടൻ്റെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും മാനറിസും സംഗതികളും ഒക്കെ ഞാനായിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് പറ്റാത്ത ചില പടങ്ങളിൽ മാത്രമേ ഉള്ളൂ മറ്റുള്ള ഹീറോയിൻസ് അഭിനയിച്ചിട്ടുള്ളൂ. അല്ലാത്ത എല്ലാം പിന്നെ എൻ്റെ അമ്മ വേണുചേട്ടൻ്റെ തന്നെ കോമ്പിനേഷൻ ആയിരുന്നല്ലോ. ഉർവശിക്ക് വളരെ വിരലിലുണ്ടാവുന്ന, അത് തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, സിനിമയിൽ സൗഹൃദങ്ങളുള്ളൂ. വളരെ കുറച്ച് സൗഹൃദങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു സൗഹൃദം പതിറ്റാണ്ടിൽ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസം വരെ തീർച്ചയായിട്ടും അദ്ദേഹം അവസാനം ഹോസ്പിറ്റലിൽ കിടക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ ഞാൻ കണ്ട മനുഷ്യരിൽ എത്ര കോടി രൂപ കൊടുത്താലും വിലയ്ക്ക് വാങ്ങാൻ പറ്റാത്തൊരു മനുഷ്യൻ. മാന്യൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരുപാട് ആത്മാർത്ഥതയും മനസാക്ഷിയുള്ളൊരു മനുഷ്യൻ. കുറേ പൈസ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു പടം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാം, നമുക്ക് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, പൈസ തൽക്കാലം എടുത്തിട്ട് വയ്ക്കുള്ളൂ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്ന ഒരാൾ. അത് വളരെ അപൂർവമാണ് സിനിമയിൽ. ഒന്നിനു വേണ്ടിയും സ്വന്തം വ്യക്തിത്വം പണയം വെക്കാത്തൊരു മനുഷ്യനായിട്ട് ജീവിക്കുക, പിന്നെ മനസാക്ഷിയുള്ള മനുഷ്യരായിട്ട് ജീവിക്കുക എന്നുള്ളത് ഞാൻ എന്ത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ ആദ്യം വേണുചേട്ടനെയാണ് വിളിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വേണുചേട്ടൻ്റെ ഒരു വിയോഗം കോപ്രായങ്ങളൊക്കെ അദ്ദേഹം ഒരുപാട് സഹിച്ചിട്ടുണ്ടാവില്ലേ? സഹിച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് മറ്റുള്ളവർ. പാർവതിയും ജയറാമും ഞാനും ഒക്കെ ഒരു ഫിലിം ചെയ്തു ഒരുമിച്ച്, സ്വാഗതം. അപ്പൊ പാർവതിക്കൊക്കെ പ്രണയം തുടങ്ങി വരിക ജയറാമൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു നമുക്ക് മനസ്സിലായത്. പിന്നെ ഞാനല്ലേ ഇതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് അവർ കുറെ ചെയ്ത് പ്രോത്സാഹിപ്പിക്കല്ലേ. പിന്നെ അന്നതൊക്കെ പറഞ്ഞു കൊടുത്തോ എനിക്ക് പിന്നെ അന്ന് പ്രണയം എന്നുള്ള സംഗതികളൊന്നും അറിയാൻ വയ്യ. എല്ലാവരുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് പരാജയം തന്നെ ആയിരുന്നു എന്ന് പറയാം. കാരണം എന്താ പറയുക, ഇങ്ങനെയൊക്കെ വളരെ നാണിച്ച് കുറെ നേരം ഒന്നും ഇരിക്കാൻ എനിക്ക് പറ്റൂല. ഒരാളെ കുറെ നേരം സൂക്ഷിച്ചു നോക്കി എനിക്ക് ചിരി വരും. എന്തിനാ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു? അതെ അതെ അതെ. പക്ഷെ ഞാൻ പ്രോത്സാഹിപ്പിച്ചു. ജയറാം അടുത്തിരുന്നിട്ട് ഞാൻ പാർവതിയെ വിളിച്ചു കൊടുക്കും. അമ്മയ്ക്ക് അറിയത്തില്ല. അമ്മ ഞാൻ പൊടിയാണ് അമ്മ ഒന്ന് കൊടുക്കുക, അശ്വതിയുടെ പറഞ്ഞ് കൊടുക്കും. എന്നിട്ട് ഞാൻ ജയറാമിന്റെ കൊടുക്കും. പിന്നെ പറയാം മേലെ ഇങ്ങോട്ട് വിളിച്ചു വരുന്നത് പൊടിയാണ്ടത് മൊത്തം ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അവരുടെ ചില ചെറിയ റൊമാൻസ് സംഗതികളൊക്കെ പറയുമ്പോ ഡയലോഗ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പാർവതി തെറ്റ് ചെയ്താൽ വേണിച്ചിട്ട് എന്നെ ചീത്ത പറയും. മോളെ എന്താ ശ്രദ്ധ ഇവിടെ അല്ലല്ലോ, അവരെയാ പറയുന്നേ. അപ്പൊ ഔട്ട്ഡോറിൽ കുറെ ആൾക്കാരുടെ മുമ്പിൽ ഞാനല്ല വേണിച്ചേട്ടാ അവളാണ് സംസാരിക്കുന്നത്. നിന്നോട് പറഞ്ഞ ഡയലോഗ് നീ എന്താ തെറ്റിച്ച, ഞാൻ കറക്റ്റായിട്ടാ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. മര്യാദക്ക് ഇവിടെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോ ഇവിടെ പറയുന്നേ. പക്ഷെ എന്നെ നോക്കി ചീത്ത പറയും. അവിടെയാണ് ലക്ഷ്യം. അങ്ങനെ ആര് മിസ്റ്റേക്ക് ചെയ്താലും എന്നെ വഴക്കും. അതിനൊരു വലിയ സ്വാതന്ത്ര്യമായിരുന്നു വിളിച്ചേന്. വിളിച്ചേന്റെ പടത്തിന് വരുമ്പോൾ വേറെ ഏതെങ്കിലും പടത്തിന് നമ്മൾ ഡേറ്റ് കൊടുത്താൽ വിളിച്ചാൽ പിന്നെ കുറെ നാൾ മിണ്ടാതിരിക്കും. എന്നോട് മോളൊന്നും സംസാരിക്കണ്ട. ദേഷ്യം വന്നാലും അടക്കാൻ പറ്റാത്ത അത്ര ദേഷ്യം വരുന്നൊരു മനുഷ്യനാണ് അനുസരിച്ചിട്ട്. എന്നോട് അഭിനയിക്കാൻ പറയത്തില്ല. ഞാൻ സീരിയസ് ആയിട്ടൊക്കെ അഭിനയിക്കാൻ ശ്രമിക്കുക പറയുമ്പോഴും മോൾ അഭിനയിക്കാനൊന്നും ശ്രമിക്കണ്ട, മോള് സംസാരിക്കുന്ന പോലെ അങ്ങ് സംസാരിച്ചാൽ ജീവിതത്തിൽ സാധാരണ പെരുമാറുന്ന പോലെ പെരുമാറിയാൽ മതി. അതുകൊണ്ടാണ് ആ ക്യാരക്ടേഴ്സൊക്കെ തോന്നുന്നത്. ലാൽ സലാം